2010 ഒമിനിയാണ്. സെക്കൻഡ് ഓണർ ആണ്. 1 ലക്ഷം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. 2000 ഓൾട്ടോ LXi ആണ്. 2000 MBFI ആണ്. സിംഗിൾ ഓണർ ആണ്. 29 വരെ പേപ്പർ ഉള്ള വണ്ടിയാണ്. വാഗണർ 2013 സിംഗിൾ ഓണർ ആണ്. 68,000 കിലോമീറ്റർ. സ്വിഫ്റ്റ് VD ആണ്. 2018-19 മോഡലാണ്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വീണ്ടും ബെസ്റ്റ് ചോയ്സിലാണ് കേട്ടോ. വീണ്ടും സ്റ്റോക്കുകളൊക്കെ മാറി കുറേ പുതിയ വണ്ടി ബഡ്ജറ്റുകാരുടെ നന്നായിട്ടുണ്ട്. ഓൾട്ടോ തന്നെ 4 കാറുകൾ ഒരേ കളറിൽ ഓൾട്ടോയുടെ കളക്ഷൻ വന്നിട്ടുണ്ട്. ഓൾട്ടോയുടെ ഇഷ്ടമായ കളക്ഷൻ വരും. ഓൾമോസ്റ്റ് എത്ര ഓൾട്ടോ ഉണ്ട് നമ്മുടെ സ്റ്റോക്ക്? ഓൾട്ടോ നമ്മുടെ ഒരു 10ഓളം വണ്ടി വന്നിട്ടുണ്ട്. കാരണം ഒരുപാട് കസ്റ്റമേഴ്സ് ഓൾട്ടോ ചോദിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കളക്ഷൻ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒമിനി ചോദിച്ചവരുണ്ട്. 800 ഉണ്ട്. ഈ ബഡ്ജറ്റിൽ നല്ല നീറ്റ് വണ്ടികളാണ് എല്ലാം കിടപ്പുള്ളത്. ഓക്കെ, അപ്പം എൻ്റെ ലൊക്കേഷൻ പറയാം. തിരുവനന്തപുരം കാട്ടാക്കട കിള്ളിയിലാണ്. ബെസ്റ്റ് ചോയ്സ് ആണ് ഷോറൂമിൻ്റെ പേര്. ബ്രോ, നമ്മുടെ ലോൺ 2012 മുതൽ 2010 മുതൽ കൊടുക്കാം. 10 മുതൽ ചെയ്യുന്നത്. അതെ, ഓക്കെ. അപ്പം നമ്മുടെ ചാനൽ ഇവിടെ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം, അതുപോലെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അപ്പോൾ നേരെ അവർ നമ്മുടെ മാരുതി 800 എങ്ങനെ? മാരുതി 800 ആണ്. പക്ഷേ MBFI ആണ് വണ്ടി. 2001 ആണ്. 26 വരെ പേപ്പർ ഉള്ള വണ്ടിയാണ്. MBFI ആണല്ലേ? 10ാം മാസം വരെ പേപ്പർ ഉണ്ട്. ഓക്കെ, അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി കാര്യങ്ങളുണ്ട്. മെക്കാനിക് സൈഡ് എല്ലാം കൊള്ളാം. ടയർ ഓക്കെ ആണ്. 26 10ാം മാസം വരെ 10ാം മാസം വരെ പേപ്പർ ഉണ്ട്. ടയർ എല്ലാം 4 നല്ല കണ്ടീഷൻ അല്ലേ? അതെ അതെ അതെ. ഓക്കെ, വണ്ടി വളരെ വില കുറച്ച് കൊടുക്കാം. ബോഡിയും കൊള്ളാം. ബോഡിയും കൊള്ളാം, ഓടിക്കാനും കൊള്ളാം വണ്ടി. ഓക്കെ, AC ഉള്ള മോഡലാണല്ലോ? AC വരുന്നത്? AC ചെറുതായിട്ട് വർക്ക് ആവുന്നുണ്ട്. AC ഉണ്ട്. ഫില്ലപ്പ് ചെയ്ത് ശരിയായിരിക്കും അല്ലേ? അതെ അതെ. ടയർ പുത്തൻ ടയറാണ്. ഫ്രണ്ടിലൊക്കെ പുതിയ ടയറാണ്, കണ്ടറിയാം. ഓക്കെ, പക്ഷെ വണ്ടി കൊള്ളാം. വൃത്തിയായി ഒരു എടുത്ത് പഠിക്കാനും അത്യാവശ്യം ഉപയോഗിക്കാം. MBFI അല്ലേ? അതെ അതെ. അപ്പം എങ്ങനെ ഫൈനൽ 38 രൂപ കൊടുക്കാം. 30 രൂപ. എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2006 ഓൾട്ടോയാണ്. നിലവില് 4th ഓണർ ആയിട്ടുണ്ട്. AC വരുന്നതാണ്. സെൻട്രൽ ലോക്ക് AC, ടയർ കണ്ടീഷൻ, ബോഡി ക്വാളിറ്റി, മെക്കാനിക് കണ്ടീഷൻ എല്ലാം കൊള്ളാം. വളരെ വില കുറച്ച് കൊടുക്കാം. ടെസ്റ്റ് വരുന്നുണ്ടല്ലോ ഇപ്പോൾ? 26 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ടെസ്റ്റിന്റെ എമൗണ്ട് കുറച്ച് കൊടുക്കാൻ വേണ്ടി. അതെ അതെ. ഓക്കെ, വണ്ടി നീറ്റ് കേട്ടോ. ടയർ കണ്ടീഷൻ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലല്ലേ? ബോഡിക്ക് നീറ്റാണ്. ഇല്ല ഇല്ല. നിലവിൽ ടാക്സ് തീർന്നിട്ടുണ്ട്. പുതിയ ടാക്സ് എടുത്ത് കൊടുക്കാം. ടാക്സ് എടുത്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ അതിന് ടെസ്റ്റിന് വലിയ എമൗണ്ട് വരുന്നില്ല. ചെറിയൊരു റേറ്റിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ടെസ്റ്റിന് വേണ്ടിയിട്ട് വണ്ടിയിൽ വേറെ ബോഡി വർക്ക് ഒന്നും ചെയ്യേണ്ട. ഇതേ കണ്ടീഷൻ നിങ്ങൾക്ക് വേറെ സ്ക്രാച്ചസ് ഒന്നുമില്ല, ഡെന്റ് ഒന്നുമില്ല, നല്ല നീറ്റ് ആണ്. ഒന്നും ചെയ്യണ്ട. ഓടിക്കാനും കൊള്ളാം, മെക്കാനിക് സൈഡും കൊള്ളാം. അപ്പം നമ്മൾ ടാക്സ് എടുത്ത് കൊടുക്കും. 2006 AC വരുന്ന വണ്ടി, സെൻട്രൽ ലോക്ക്, ടയർ കണ്ടീഷൻ, മെക്കാനിക് കണ്ടീഷൻ എല്ലാം പക്കയാണ്. നമുക്ക് 68,000 രൂപ കൊടുക്കാം. പോരാത്തതിന് ടാക്സ് കൂടെ എടുത്തു കൊടുക്കാം. 12,000 രൂപ ടാക്സ് വരുന്നുണ്ട്. അതും എടുത്തു കൊടുക്കാം. അടുത്ത വണ്ടി വാഗണർ 2007 LXi ആണ്. സിംഗിൾ ഓണർ ആണ്. 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ വണ്ടി തിരിച്ചെടുക്കും, കൊടുക്കൂല. ഓക്കെ, അത്ര ഗ്യാരണ്ടിയാണ്. ഇനി ആൾക്കപ്പം പൊതുവെ ആൾക്കാർ തിരിച്ചു കറക്കിയെന്നൊക്കെ പറയാം. അതാണ് ചോദിക്കുന്നത്. ചെക്ക് ചെയ്ത് എടുത്താൽ മതി. കൺഫേം ആണെങ്കിൽ മാത്രം എടുത്താൽ മതി. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ? അതെ. പക്ഷേ വണ്ടി കൊള്ളാൻ കണ്ടു. ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നീറ്റ് ആവും അല്ലേ? ഇന്ത്യ കണ്ടീഷൻ സീറ്റ് വർക്ക് ഉണ്ട് കേട്ടോ. അതിനകത്ത് AC പവർ സ്റ്റിയറിംഗ്, ടയർ 4 പുതിയതാണ്. ബോഡി ക്വാളിറ്റി കൊള്ളാം. AC പവർ സ്റ്റിയറിംഗ്, പവർ സ്റ്റിയറിംഗ് വരുന്ന ടൈപ്പാണ്. 2 ഡോർ പവറിൻ്റെ വരുന്നുണ്ട്. അതെ. ടയർ കണ്ടീഷൻ കൊള്ളാം. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് വാഗണറൊക്കെ ഇപ്പോൾ ഈ പഴയ വണ്ടിയിൽ കിട്ടാൻ പാടല്ലേ? സിംഗിൾ ഓണർഷിപ്പ് അപൂർവമായിട്ട് കിട്ടാറുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ? നമുക്കൊരു 95,000 രൂപ ഫൈനൽ കൊടുക്കാം. 95 രൂപ. 2007 വണ്ടി, 25,000 കിലോമീറ്റർ ആണ്. 25,000 കിലോമീറ്റർ. ഒന്ന് നോക്കി വിശ്വസിച്ചെടുക്കാം. അതെ. ഷവർലെ സ്പാർക്ക് ആണ്. 2012 ആണ് വണ്ടി. 68,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. വണ്ടി ബോഡിയൊക്കെ നീറ്റ് ആണ് കേട്ടോ. ബോഡി മാത്രമല്ല, മെക്കാനിക് കണ്ടീഷൻ എല്ലാം കൊള്ളാം. എനിക്ക് തോന്നുന്നു സിംഗിൾ ഓണർ ആണെന്ന് തോന്നുന്നു വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണെന്ന് തോന്നുന്നു. അതെ. പക്ഷേ വണ്ടിയൊക്കെ നീറ്റ് ആണ് കേട്ടോ. ഇന്ത്യൻ കണ്ടീഷൻ. അത്യാവശ്യം ഒരു ഓൾട്ടേക്ക് എടുക്കാൻ നിൽക്കുന്ന ഫാമിലിക്ക് ധൈര്യമായിട്ട് എടുക്കാം ഇത് വണ്ടി. ഇത് AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവറിൻ്റെ അല്ലേ? അതെ. അല്ല, 2 ഡോർ പവറിൻ്റെ. ഓക്കെ, എല്ലാം വർക്കിംഗ് ആണല്ലോ ബ്രോ? എല്ലാം വർക്കിംഗ് ആണ്. ടയറൊക്കെ ഫ്രണ്ടൊക്കെ പുത്തൻ ടയറുണ്ട് കേട്ടോ. പക്ഷേ വണ്ടി നീറ്റ് ആണ്. ഒരു വലിയ അങ്ങനെ ഡെന്റ് ഇല്ല, സ്ക്രാച്ചോ പെയിന്റ് നല്ല നീറ്റ് ആയിരിക്കും. അവർ പെയിന്റിന്റെ ക്വാളിറ്റി നല്ലതാണ്. നന്നായിട്ടുണ്ട്. അപ്പം എങ്ങനെ സ്പാർക്കിന്റെ വില? നമുക്കിതൊരു 89,000 രൂപ കൊടുക്കാം. 2012 ആണ്. ക്വാളിറ്റി ഉള്ള വണ്ടി. എഞ്ചിനൊക്കെ പക്കയാണല്ലോ. AC വർക്കിംഗ് ആണല്ലോ? എല്ലാം വർക്കിംഗ്. 2004 ഒമിനിയാണ്. MBFI ആണ്. സിംഗിൾ ഓണർ ആണ്. 29 വരെ പേപ്പർ ഉള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണോ? ഓക്കെ, വണ്ടി കൊള്ളാം കേട്ടോ. വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ബോഡി ആകമൊക്കെ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ബോഡി വൃത്തിയുണ്ട്. അലുമിനിയം ഷീറ്റൊക്കെ വെട്ടിയിട്ടതാണ്. 2004 MBFI. ഓക്കെ, ടയർ കണ്ടീഷൻ 2 പുതിയതാണ്. ഇതെങ്ങനെ അതിന്റെ പ്രൈസ് വരുന്നത്? നമുക്ക് ഒമിനിക്കൊക്കെ ഒരുപാട് കസ്റ്റമർ ചോദിക്കുന്നുണ്ട്. അങ്ങനെ എടുത്തിട്ടതാണ്. ഒമിനി കിട്ടാൻ പാടാണ്.
സിംഗിൾ ഓണർ വണ്ടി നമുക്കൊരു 82,000 രൂപ കൊടുക്കാം. ഇതിന് അടുത്ത് ഓൾട്ടോ LXi നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. 2011 വണ്ടി. ഓക്കെ, 11 ലാസ്റ്റ് ആണ്. ഈ വർഷം അവസാനം ടെസ്റ്റ് വരും. അതെ. ഓക്കെ, ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? ഓണർഷിപ്പ് സിംഗിൾ ഓണറേ ആയിട്ടുള്ളൂ. 78,000 കിലോമീറ്റർ ഓടിയതാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്? സിംഗിൾ ആണ്. ഓക്കെ, ട്രിവാൻഡ്രം വണ്ടിയുമാണ്. 01 സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് സീറ്റ് ഇരിപ്പുണ്ട്. LXi AC പോസ്റ്ററിങ്. അതെ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? നമുക്ക് 1,19,000 രൂപ കൊടുക്കാം. 1,19,000 ക്വാളിറ്റി ഉള്ള വണ്ടി. കുഴപ്പമൊന്നുമില്ല. ഇല്ല. KL01 ആണല്ലേ? അതെ. ഫിനാൻസ് കയറുമല്ലോ 11,000? ഫിനാൻസ് കയറും. എത്ര വരെ കയറും? നമുക്ക് 1 രൂപ വരെ ലോൺ കൊടുക്കാം. അപ്പോൾ അടുത്ത വണ്ടി ഒമിനി 2010 സെക്കൻഡ് ഓണറാണ്. 1,00,000 കിലോമീറ്റർ ഓടി MBFI വണ്ടിയാണ്. വണ്ടി ബോഡി വർക്ക് ചെയ്യാനുണ്ട്. നമുക്ക് പുതിയ പേപ്പർ ആക്കി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 5 വർഷം പേപ്പർ 30 വരെ പേപ്പർ ആക്കിയിട്ടാണ് ഈ വണ്ടി കൊടുക്കുക. ഇപ്പൊ ഈ കാണുന്ന കണ്ടീഷൻ അല്ല, ബോഡി കാര്യങ്ങളെല്ലാം നീറ്റ് ആക്കി ക്ലിയർ ചെയ്ത് കൊടുക്കും. വൃത്തിയാക്കി കൊടുക്കും അല്ലേ? അതെ. ഓക്കെ, 10 നമുക്ക് വേണേൽ ലോൺ കിട്ടുമല്ലോ അല്ലേ വണ്ടിക്ക്? ലോൺ കിട്ടും. ഓക്കെ, പിന്നെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? 1,35,000 രൂപയ്ക്ക് നമുക്ക് പേപ്പർ ക്ലിയർ ചെയ്ത് വണ്ടി കൊടുക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ഓൾട്ടോ റെഡ് തന്നെയാണ്. എങ്ങനെ? 2010 ആണ്. സിംഗിൾ ഓണറാണ് വണ്ടി. അത് 30 വരെ പേപ്പർ ഉള്ള വണ്ടിയാണ്. ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പാണ്? ഓക്കെ, ഇത് 2010 ആണ്. 2010 ആണ്. 30 വരെ പേപ്പർ ഉള്ള വണ്ടിയാണ്. ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം സീറ്റ് കവർ എല്ലാം ചെയ്തിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ, ടയർ കണ്ടീഷൻ ഓക്കെയാണ്. ടയർ കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ് വരുന്നത്? നമുക്ക് 1,29,000 രൂപ കൊടുക്കാം. 1,29,000. 10,000 വേണേൽ ലോൺ. 2010 30 വരെ പേപ്പറും ഉണ്ട്. ലോൺ കയറുമല്ലോ? ലോൺ കൊടുക്കാം. 1 രൂപ ലോണും കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അടുത്ത ഫിയസ്റ്റ ഡീസലാണ്. 2011 വണ്ടിയാണ്. 11 വണ്ടി 26 വരെ പേപ്പർ സെക്കൻഡ് ഓണറേ ആയിട്ടുള്ളൂ. ഡീസലാണ് വണ്ടി. ഓക്കെ, വണ്ടി കണ്ടീഷൻ എങ്ങനെയുണ്ട്? മെക്കാനിക് സൈഡൊക്കെ കൊള്ളാം. ചെറിയ ബോഡി വർക്ക് കാര്യങ്ങളുണ്ടെന്നേ ഉള്ളൂ. AC കാര്യങ്ങളെല്ലാം വർക്കാണ്. ഓടിക്കാനും കൊള്ളാം വണ്ടി. ചെറിയ പെയിന്റ് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേ ഉള്ളൂ. ഓക്കെ, കണ്ടീഷൻ സീറ്റ് വർക്ക് ആവറേജ് ആണ്. ഒരു ആവറേജ് ആണ്. ചെറിയ പണികൾ ചേർക്കേണ്ടത് അല്ലേ? അതെ. എഞ്ചിൻ സൈഡ് എങ്ങനെയുണ്ട്? എഞ്ചിൻ സൈഡൊന്നും വേറെ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ അതിൻ്റെ പ്രൈസ്? നമുക്കിതൊരു 99,000 രൂപ കൊടുക്കാം ഫൈനല്. സെഡാൻ ടൈപ്പ് വണ്ടിയാണ്. ധൈര്യമായിട്ട് ഒന്ന് എടുക്കാം. ഡീസൽ കാര്യങ്ങളെല്ലാം ഓടി മുതലാക്കാൻ പറ്റിയ വണ്ടി. അപ്പോൾ അടുത്ത ഓൾട്ടോ തന്നെയാണ്. ഓൾട്ടോ LXi ആണ്. 2007 LXi ആണ്. 27 പേപ്പർ ഉണ്ട്. അതെ. ഇതിൻ്റെ ഓണർഷിപ്പ് സെക്കൻഡോ? ഓണർഷിപ്പ് സെക്കൻഡ്. ഓക്കെ, കിലോമീറ്റർ എത്ര ഉണ്ടോ? 80 അടുപ്പിച്ച് ഓടി. വേറെ പ്രശ്നങ്ങളുണ്ടോ? വേറെ ഒരു വിഷയമില്ല. വണ്ടി ഇത് മെക്കാനിക് സൈഡ് കൊള്ളാം. ബോഡി ക്വാളിറ്റി ഉണ്ട്. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് വണ്ടി. LXi ഒക്കെ ആണല്ലോ ബ്രോ? എല്ലാം ഓക്കെയാണ്. ഓക്കെ, സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതെങ്ങനെ? LXi ആണ്. 2007 LXi ആണ്. 27 വരെ പേപ്പറുള്ള സെക്കൻഡ് ഓണറാണ്. AC എല്ലാം വർക്കിംഗ് ആണ്? എല്ലാം വർക്കിംഗ് ആണ്. നമുക്ക് 79,000 രൂപ കൊടുക്കാം. 79,000. അപ്പോൾ അടുത്ത വണ്ടി ഓൾട്ടോ LX ആണ്. 2008 ആണ്. AC മാത്രം വരുന്ന വണ്ടിയാണ്. ട്രിവാൻഡ്രം വണ്ടിയാണ്. ഓക്കെ, KL01. വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും ഇല്ലല്ലേ? ഒന്നുമില്ല. ഇതും സിംഗിൾ ഓണർ വണ്ടിയാണ്. ഒറ്റ ഓണറേ ആയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പാണ്? അതെ. ഓക്കെ, അപ്പോൾ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണല്ലേ? സിംഗിൾ ഓണർ. ഓക്കെ, അതിൻ്റെ സീറ്റ് ഫാബ്രിക് ആണ്. AC പോസ്റ്റ് ചെയ്യും. AC മാത്രം വരുന്ന ടൈപ്പാണ്. 2008 മോഡൽ ട്രിവാൻഡ്രം വണ്ടി. സിംഗിൾ ഓണർ. പേപ്പറും ഉണ്ട്. അതെ. ഓക്കെ, LX ആണ്. അപ്പോൾ ഇതെങ്ങനെ പ്രൈസ്? നമുക്കൊരു 79,000 രൂപ കൊടുക്കാം ഫൈനൽ. 79 രൂപ. അപ്പം അടുത്ത വാഗണർ 2013 സിംഗിൾ ഓണറാണ്. 68,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ആക്സസ് എന്തെങ്കിലും? വേറെ ഒന്നുമില്ല. ഓക്കെ, ടയർ കണ്ടീഷൻ ഒരു 60 രൂപ ടയർ ഉണ്ട്. ബോഡിക്ക് വലിയ കുഴപ്പമില്ല. ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്താൽ മതി അല്ലേ? അതെ. ഓക്കെ, ടയർ കണ്ടീഷൻ കൊള്ളാം. മെക്കാനിക് കണ്ടീഷൻ കൊള്ളാം. കമ്പനി സർവീസ് ആണ്. 68,000 കിലോമീറ്റർ ജെനുവിൻ ആണ് വണ്ടി. ഓക്കെ, LXi ആണ്. ഇതിനകത്ത് സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. 2 ഡോർ AC പോസ്റ്ററിങ്. വേറെ മെക്കാനിക് കണ്ടീഷനിലും പക്കയാണല്ലോ ബ്രോ? എല്ലാം ഓക്കെയാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ അതിൻ്റെ വില വരുന്നത്? നമുക്ക് 2,49,000 രൂപ കൊടുക്കാം. ഏകദേശം 2 ലക്ഷം രൂപ ഫിനാൻസും കൊടുക്കാം. 2 ലക്ഷം ഫിനാൻസും കിട്ടും. അപ്പോൾ അടുത്തത് ഓൾട്ടോ 4 കളറിൽ റെഡ് കളർ 4 കിടപ്പുണ്ടല്ലേ? അതെ. അപ്പോൾ ഇതെങ്ങനെയാണ്? 2008 ഓൾട്ടോ LXi ആണ്. 28 പേപ്പർ. 28 വരെ പേപ്പറും ഉണ്ട്. ഓക്കെ, കിലോമീറ്റർ ഓണർഷിപ്പ് ഒക്കെ എത്രയായി? ഓണർഷിപ്പ് 4th ആയി. കിലോമീറ്റർ ഏകദേശം 1,00,000 കിലോമീറ്റർ അടുപ്പിച്ച് ഓടിയ വണ്ടിയാണ്. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? വേറെ ഒരു വിഷയമില്ല. നല്ല വണ്ടി. AC വർക്കിംഗ് ആണല്ലോ? എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ അതിൻ്റെ പ്രൈസ് വരുന്നത്? നമുക്കൊരു 89,000 രൂപ കൊടുക്കാൻ വേണ്ടി. 89. 2008 വണ്ടിയാണ്. മെക്കാനിക് കണ്ടീഷൻ കാര്യങ്ങളെല്ലാം കൊള്ളാം. പവർ സ്റ്റിയറിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത് സെന്നസ്റ്റിലോ 2011 സിംഗിൾ ഓണർ വണ്ടിയാണ്.
സിംഗിൾ കെ സീരീസ് ആണ്. കെ സീരീസ് വണ്ടിയാണ്. കെ സീരീസ് നല്ല മൈലേജ് കിട്ടും അല്ലേ? മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 88,000 കിലോമീറ്റർ ഓടി. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? വേറെ ഒന്നുമില്ല. വണ്ടി കൊള്ളാം. ബോഡി ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒന്ന് സർവീസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അത് വാഷ് ചെയ്താൽ മതി. ഓക്കെ. ടയർ കണ്ടീഷൻ കൊള്ളാം കേട്ടോ. ആവറേജ് ഉണ്ട്. 67% ടയർ ഉണ്ട്. ചെറിയൊരു ഡെൻ്റ് ഉണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ. സീറ്റ് ഫാബ്രിക്കാണ്. AC LX അല്ലേ? AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ. അതെ. കെ സീരീസ് ആണ്. അപ്പോൾ ഇതെങ്ങനെ ഇതിൻ്റെ പ്രൈസ് വരുന്നത്? നമുക്ക് 1,35,000 രൂപ ഫൈനൽ കൊടുക്കും. 1,35,000. ഫിനാൻസ് കയറുമല്ലോ 11,000 കിട്ടും. ഓക്കെ. അപ്പോൾ അടുത്ത സ്വിഫ്റ്റ് VD ആണ്. 2018-19 മോഡലാണ്. 92,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഡീസൽ സ്വിഫ്റ്റ് 2018-19 രജിസ്ട്രേഷൻ. ലാസ്റ്റ് നിർത്തിയ മോഡലാണ്. ഓക്കെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? വേറെ ഒന്നുമില്ല. കമ്പനി സർവീസ് തന്നെയാണോ? കമ്പനി സർവീസ് ആണ് വണ്ടി. ഓണർഷിപ്പ് സിംഗിൾ ആണോ? സിംഗിൾ ഓണർഷിപ്പ്. സീറ്ററൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, AC വരുന്നുണ്ട്, സ്റ്റീരിയോ മൗണ്ട് കൺട്രോൾസ്, 4 പോറിൻ്റെ പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്. ഓക്കെ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വേറെ ഒന്നുമില്ല. കമ്പനി സർവീസ് ആണ് വണ്ടി. ഡീസൽ ആകുമ്പോൾ 10, 22, 23 മൈലേജും കിട്ടും. ടയർ കണ്ടീഷൻ ഒരു എബോവ് 70% ടയർ ഉണ്ട്. ഓക്കെ. ഡീസൽ സ്വിഫ്റ്റ് ഇപ്പം കിട്ടാൻ പാടാണ്. അപൂർവമായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? 5,90,000 രൂപ കൊടുക്കാം. പുതിയ മോഡൽ കേട്ടോ. പല്ലാട്ടി കിട്ടും. മോഡൽ കിട്ടാൻ കുറച്ച് പാടാണ്. 5,90,000 രൂപ കൊടുക്കാം. 5,90,000. പിന്നെ ലോൺ എത്ര കയറും? ലോൺ ഏകദേശം ഒരു 5 രൂപ വരെ കിട്ടും. 5,500 രൂപ ലോണും കിട്ടും.